ഇന്ന് വരെ ഒരു ഇനോഗ്രേഷനിൽ ഒരാളോടും ചോദിക്കാത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. 2030 ഈ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ആരൊക്കെ ആയിരിക്കും കരയാൻ പോകുന്നത്? നിങ്ങൾ, നിങ്ങളുടെ സ്റ്റാഫ്, നിങ്ങളുടെ കൂട്ടുകാർ, കുടുംബം ആണോ, അതോ അതിനപ്പുറം ആരെങ്കിലും നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? എക്സാക്ട്ലി നമ്മുടെ കസ്റ്റമേഴ്സ്. അങ്ങനെ പ്രയാസപ്പെടുന്ന കുറെ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാൻ പറ്റണം. റോബിൻ ശർമ്മയുടെ ഒരു ബുക്ക് ഉണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും? നിങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ ആ വേദന താങ്ങാൻ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ, അത് എത്ര കൂട്ടം മനുഷ്യർ ആകണമെന്ന് പ്ലാൻ ചെയ്യണം. എന്നാൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുള്ളൂ. എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മളുടെ ബിസിനസ് കൊണ്ട് വാല്യൂസ് നിറയ്ക്കാൻ പറ്റും, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ യാത്രാ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള വ്യക്തമായ വിഷൻ ഉണ്ടെങ്കിൽ 2030 നമുക്ക് ഈ ബിസിനസ് പല രാജ്യത്തിലേക്കും കൊണ്ടുപോകാനും സാധിക്കും. സാധാരണ ഒരു യാത്ര പോകുമ്പോൾ ഒരു മനുഷ്യൻ പല തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകും. അതിലെ പ്രയാസങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യണം. ആ പ്രയാസങ്ങളിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് വാല്യൂസ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് പ്രയാസങ്ങളും ആ പ്രയാസങ്ങൾക്ക് പകരം വെക്കാനുള്ള ഈ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ബിസിനസ് റെലവെന്റ് ആയി മാറും, യുണീക്കായി മാറും. ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ എക്സിറ്റ് ആകേണ്ട ഒരു അവസ്ഥ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കണം. ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയും. വേഴ്സ്റ്റ് കേസ് പോലും പ്ലാൻ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ഗുഡ് കേസ് പ്ലാൻ ചെയ്യാൻ.